ഹായ് സ്റ്റുഡൻസ്, നമുക്ക് പഠിക്കാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയായിരുന്നു. അതിനുള്ള ചില കുറുക്ക് വഴികളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 8, 9, 10, 11, 12, 13 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തേത്, തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 8ൻ്റെ ഒരു ഗുണിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്താണ് പ്രത്യേകത? ഏതെങ്കിലും ഒരു സംഖ്യ, ഉദാഹരണത്തിന് 1, 10, 100, 1000, 10000, ലക്ഷം, 4,53,512 എന്ന സംഖ്യ, ഈ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. സാധാരണഗതിയിൽ 4,53,512 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു, സാധാരണ ഹരണം. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴിയാണ് എനിക്കിവിടെ നിർദ്ദേശിക്കാനുള്ളത്. ഈ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ എടുക്കുക. ഈ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ 512 ആണ്. ഏത് സംഖ്യയുടെയും അവസാനത്തെ 3 അക്കങ്ങൾ 8ൻ്റെ ഗുണിതമാണെങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ വരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് മുഴുവൻ സംഖ്യയും 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട. പകരം ആ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ 8ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് 512നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ മതി. 512 ഭാഗം 8, 8 ഗുണം 6, 48. 51ൽ നിന്ന് 48 കുറച്ചാൽ ശിഷ്ടം 3, 2 ഇറക്കി എഴുതി 32. 8 ഗുണം 4, 32. അതുകൊണ്ട് 512നെ 8 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. ഉത്തരം 64 എന്ന് കിട്ടും. 512നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ മുഴുവൻ സംഖ്യയും, അതായത് 4,53,512 എന്ന് പറയുന്ന ഈ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം. ചിലപ്പോൾ സംഖ്യ ഇങ്ങനെയാവാം: 7, 8, 5, 3, 0. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്നതാണ്. ഒരു സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതിന് 2 വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തേത്, സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ 8ൻ്റെ ഗുണിതമായിരിക്കണം. അല്ലെങ്കിൽ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആണെങ്കിലും നമുക്ക് ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതിനുള്ള വ്യവസ്ഥകൾ ഇതാണ്: അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ 8ൻ്റെ ഗുണിതമായിരിക്കണം. അല്ലെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആണെങ്കിലും നമുക്ക് ആ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. 8 കൊണ്ടുള്ള ഹരണം ഈ വിധത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്തത്, തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഉദാഹരണത്തിനൊരു സംഖ്യ 4572. ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ചതിന് ഒരു രീതി ഉപയോഗിച്ചിരുന്നു. അവിടെ ചെയ്തത്, സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കും. സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അതുപോലെയുള്ള ഒരു ഉപായമാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഇവിടെ സംഖ്യയിലെ അക്കങ്ങൾ 4, 5, 7, 2 ഈ അക്കങ്ങൾ കൂട്ടുക. 4, 5, 9, 9, 7, 16, 16, 2, 18. അതുകൊണ്ട് സംഖ്യയിലെ അക്കങ്ങളുടെ തുക 4 + 5 + 7 + 2, 18. അക്കത്തുകയായി വരുന്ന സംഖ്യ 9ൻ്റെ ഗുണിതമാണെങ്കിൽ, അല്ലെങ്കിൽ അക്കത്തുകയായി വരുന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം.
അതുകൊണ്ട് ഇവിടുത്തെ അക്കത്തുക 18 അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാം 4572 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വിധത്തിൽ 9 കൊണ്ടുള്ള നിശേഷ ഹരണം കഴിയുമോ എന്ന് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ മറ്റൊരു രീതിയും കൂടി ഉപയോഗിക്കാറുണ്ട്. ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുക ഒറ്റ അക്കമായി വരുന്നത് വരെ കൂട്ടാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് 18 കിട്ടി. 18ലെ അക്കങ്ങളുടെ തുക 1 വെട്ടും 9. ഇപ്പോൾ ഇതൊരൊറ്റ അക്കമായി ഉത്തരം കിട്ടി നമുക്ക്. അതായത് അക്കങ്ങളുടെ തുക കൂട്ടിയെടുക്കുമ്പോൾ ഒരു സംഖ്യയായിട്ട് ഒരു ഡിജിറ്റ് മാത്രമുള്ള ഒരക്കം മാത്രമുള്ള ഒരു സംഖ്യയായി വരണം. അത് 9 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാം. അതിലും എളുപ്പത്തിൽ നമുക്ക് സംഖ്യ 2 അക്കമാണെങ്കിലും 3 അക്കമാണെങ്കിലും 9ൻ്റെ ഗുണിതമാണോ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഈ സ്റ്റെപ്പിലേക്ക് പോകണമെന്നില്ല. ഇങ്ങനെ ഒരു സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാം. 10ൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സംഖ്യ 10ൻ്റെ ഗുണിതമാണോ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ, ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒരു ഘടകമാണോ 10. ഇതിന് ഇത്ര മാത്രമേ ഉള്ളൂ. സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ, ഉദാഹരണത്തിന് 3760 സംഖ്യയിലെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ അതിനെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. 4000 സംഖ്യയിലെ അവസാനത്തെ അക്കം 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് ഏത് സംഖ്യയുടെയും, അത് എത്ര അക്കങ്ങൾ വരുന്ന സംഖ്യ ആണെങ്കിലും, സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇനി നമ്മൾ നോക്കുന്നത് ഒരു സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ. ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മെത്തേഡാണ്. അവിടെ സംഖ്യയെ 7 കൊണ്ട് നിശേഷം ഹരിക്കുന്നതിന് ഒരു ഉപായം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇതുപോലെ ഇത്തിരി വ്യത്യസ്തമായൊരു രീതിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 1 4 6 4 1 14641 ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 14641 എന്ന് പറയുന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഇതിന് നമ്മൾ സ്വീകരിക്കുന്ന രീതി ഇതാണ്. ആദ്യം സംഖ്യ അതുപോലെ അങ്ങ് എഴുതുക. 14641 ഈ സംഖ്യയിലെ അവസാനത്തെ അക്കം അങ്ങ് ഒഴിവാക്കുക. ബാക്കി വരുന്ന സംഖ്യ 1464 ആണ്. ഞാൻ ആവർത്തിക്കുന്നു, സംഖ്യയിലെ അവസാനത്തെ അക്കം ഒഴിവാക്കി നിർത്തുക. ഇത് 5 അക്ക സംഖ്യയായിരുന്നു. അവസാനത്തെ അക്കം ഒഴിവാകുമ്പോൾ സംഖ്യ 4 അക്ക സംഖ്യയായി മാറും. ഇനി ഒഴിവാക്കിയ ആ അക്കം ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുക. 1464 നിന്ന് 1 കുറച്ചാൽ 1463. ഈ പ്രക്രിയ വീണ്ടും തുടരുക. വീണ്ടും ഈ സംഖ്യയിലെ അവസാനത്തെ അക്കം 3 ആണ്. ഈ 3 നമ്മൾ ഒഴിവാക്കുന്നു. തുടർന്ന് അതൊരു 3 അക്ക സംഖ്യയായി മാറും. 146. 146 നിന്ന് നമ്മൾ വീണ്ടും 3 കുറയ്ക്കുക. നമുക്ക് ഉത്തരം 143 എന്ന് കിട്ടും. ഈ പ്രക്രിയ വീണ്ടും തുടർന്നാൽ ഈ സംഖ്യയിലെ അവസാനത്തെ അക്കം 3 ആണ്. 3 നമ്മൾ ഒഴിവാക്കുന്നു. 14 നിന്ന് ഒഴിവാക്കിയ 3 കുറയ്ക്കുന്നു. ഉത്തരം ഇപ്പോൾ നമുക്ക് 11 എന്ന് വന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കിട്ടുമ്പോൾ വരുന്ന ഉത്തരം 11 11ൻ്റെ ഗുണിതങ്ങളോ 0 ആണെങ്കിൽ നമുക്ക് സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കുക. 11ൻ്റെ ഗുണിതങ്ങളെന്ന് പറയണമെന്നില്ല, 11 തന്നെ എത്തും. അതുകൊണ്ട് അവസാനം നമുക്ക് 11 എത്തുകയോ ഇല്ലെങ്കിൽ 0 എത്തുകയോ ചെയ്താൽ ഈ സംഖ്യ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമാണ്. 14641 ആയിരുന്നു സംഖ്യ. സംഖ്യയിലെ അവസാനത്തെ അക്കമായ 1 നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ അതൊരു 4 അക്ക സംഖ്യയായി മാറുന്നു. 1464. ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയ 1 നമ്മൾ കുറയ്ക്കുന്നു. 1463 എന്ന് വരുന്നു. ഈ 1463 അവസാനത്തെ അക്കമായ 3 വീണ്ടും നമ്മൾ ഒഴിവാക്കുന്നു. തുടർന്ന് ആ സംഖ്യ 146 എന്ന് വരും. ഒഴിവാക്കിയ 3 അതിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ അത് 143 ആയി മാറുന്നു. 143 അവസാനത്തെ അക്കമായ 3 വീണ്ടും നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി 14 എന്ന് കിട്ടും. 14 നിന്ന് ഒഴിവാക്കിയ 3 കുറയ്ക്കുന്നു. ഇപ്പോൾ ഉത്തരം 11. ഇപ്പോൾ ഉത്തരം 11 0 ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. 11 കൊണ്ടുള്ള നിശേഷഹരണത്തിന് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു രീതിയും ഉപയോഗിച്ച് കാണുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. 14641 ആയിരുന്നു നമ്മുടെ സംഖ്യ. ഈ സംഖ്യയുടെ വലത്തെ അറ്റത്ത് നിന്ന് 1, 3, 5, 7 സ്ഥാനങ്ങളിൽ, അതായത് ഒറ്റ അക്കം വരുന്ന സ്ഥാനങ്ങൾ, അതായത് ഇത് വലത്തെ അറ്റത്തു നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ സ്ഥാനം.
ഒന്നാം സ്ഥാനം, പിന്നെ വരുന്നത് 3, പിന്നെ വരുന്നത് 5. അതായത് ഒറ്റ അക്കമായി വരുന്നത് സ്ഥാനങ്ങൾ നിങ്ങൾ എടുക്കുക. 1, 6, 4. എപ്പോഴും തുടങ്ങേണ്ടത് വലത്തെ അറ്റത്ത് നിന്നായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 6, 4 ഒന്നിടവിട്ട്. ഇനിയും ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ 3 അക്കങ്ങളൂടെ കൂട്ടുക. 1 അധികം 6 അധികം 1. 6 1 7 1 8 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഇതിനിടയിൽ ഇരട്ട സംഖ്യാസ്ഥാനങ്ങളിൽ വരുന്ന 2 അക്കങ്ങളുണ്ട്. അതായത് ഇത് രണ്ടാമത് വരുന്ന അക്കമാണ്, ഇത് മൂന്നാമത്, ഇത് നാലാമത്. അപ്പോൾ രണ്ടാമതും നാലാമതും വരുന്ന അക്കങ്ങൾ ഇരട്ട സംഖ്യാസ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളാണ്. ആ 2 അക്കങ്ങളും കൂട്ടുക. 4 അധികം 4. ഇപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത് ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക, ഇരട്ട സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. അതിനുശേഷം ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുകയിൽ നിന്ന് ഇരട്ട സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക കുറയ്ക്കുക. ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക 8 ആണ്. അതിൽ നിന്ന് ഇരട്ട സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുകയായ 8 കുറയ്ക്കുമ്പോൾ 0 കിട്ടും. ഇവിടെ ഉത്തരം 0 ആണെങ്കിൽ നമുക്ക് സംശയലേശമെന്നേ പറയാം, ഈ തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കുക. അങ്ങനെ വ്യത്യസ്തമായ ഒരു മാർഗം കൂടി ഉപയോഗിക്കാറുണ്ട്. എത്ര വലിയ സംഖ്യയാണെങ്കിലും അതിൻ്റെ ഒറ്റ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക, ഇരട്ട സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക, ഒറ്റ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുകയിൽ നിന്ന് ഇരട്ട സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുക കുറയ്ക്കുക. ഉത്തരം 0 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. 11 കൊണ്ടുള്ള ഹരണത്തിന് 2 വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇപ്പം നമ്മൾ 8, 9, 10, 11 പറഞ്ഞു. ഇനി അടുത്തത് 12. പതിനൊന്ന് കൊണ്ടുള്ള ഹരണം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. മറ്റൊരു ഉദാഹരണം 191 51. 19,151. ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമോ? ഞാൻ ആദ്യം പറഞ്ഞ റൂളാണ് ഉപയോഗിക്കുന്നത്. സംഖ്യയായ 19,151 എഴുതുക. ഈ സംഖ്യയുടെ ഏറ്റവും ഒടുവിലത്തെ അക്കം, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അത് നമ്മളങ്ങ് ഒഴിവാക്കി നിർത്തുന്നു. ആ 1 ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. 1 ഒടുവിലത്തെ അക്കം ഒഴിവായി കഴിയുമ്പോൾ ആ സംഖ്യ ഒരു 4 അക്ക സംഖ്യയായി മാറും. 191 5 1915 എന്ന സംഖ്യ മാറും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കി നിർത്തിയ 1 ഈ സംഖ്യയിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നു. 5ൽ നിന്ന് കുറച്ചാൽ 4, 191. 1914 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. നമ്മൾ മുമ്പേ ചെയ്ത പ്രക്രിയ തുടരുന്നു. വീണ്ടും ഈ സംഖ്യയിലെ അവസാനത്തെ അക്കമായ 4നെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. അപ്പോൾ വീണ്ടും ഇതൊരു 3 അക്ക സംഖ്യയായി മാറും. 191. 191ൽ നിന്നും ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒഴിവാക്കി നിർത്തിയ 4 കുറയ്ക്കുന്നു. 4ഉം 7ഉം 11, 187 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. പ്രക്രിയ തുടരുന്നു. 187ലെ അവസാനത്തെ അക്കമായ 7നെ നമ്മൾ ഒഴിവാക്കുന്നു. ഇപ്പോൾ സംഖ്യ 18 എന്നായി. 18ൽ നിന്ന് ഒഴിവാക്കി നിർത്തി 7 കുറയ്ക്കുന്നു. ഉത്തരം നമുക്ക് 11. 11 ഉത്തരമായതുകൊണ്ട് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാം, ഒരു 19,151 എന്ന് പറയുന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇങ്ങനെ ഈ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കുന്നതിന് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. അതിതാണ്: സംഖ്യയുടെ വലത്തെ അറ്റത്ത് നിന്ന് 1ാമത്തെ അക്കം, 3ാമത്തെ അക്കം, 5ാമത്തെ അക്കം, അതായത് ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ കൂട്ടി എഴുതുക. ഇവിടെ ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കം 1 1 1 ആണ്. 1 ആയതുകൊണ്ടല്ല, ഒറ്റയുടെ സ്ഥാനത്തെ, അതായത് 1 നമ്മൾ ഈ സംഖ്യയ്ക്ക് അക്കങ്ങൾക്ക് സ്ഥാനം കൊടുത്താൽ ഇത് 1ാമത്തെ അക്കം, 2ാമത്തെ അക്കം, 3ാമത്തെ അക്കം, 4ാമത്തെ അക്കം, 5ാമത്തെ അക്കം. അതിൽ ഒറ്റ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ 1ാമത്തെ അക്കം, 3ാമത്തെ അക്കം, 5ാമത്തെ അക്കമാണ്. ഈ അക്കങ്ങൾ പരസ്പരം കൂട്ടിയെടുക്കുക. 1 അധികം 1 അധികം 1. ഉത്തരം നമുക്ക് 3 എന്ന് കിട്ടി. ഇനിയും ഇരട്ട സ്ഥാനങ്ങളിൽ വരുന്ന അക്കം, ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുക 1 അധികം 1 അധികം 1 3. ഇനിയും ഇരട്ട സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക, അതായത് 2ാമതും 4ാമതും വരുന്ന അക്കങ്ങളുടെ തുക 5 അധികം 9 സമം 14. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുകയിൽ നിന്ന്
ഇരട്ടയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ തുക കുറയ്ക്കുക. 3-ൽ നിന്ന് 14 കുറയ്ക്കണം. ചെറിയ സംഖ്യ 3-ഉം വലിയ സംഖ്യ 14-ഉമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണസംഖ്യകളെക്കുറിച്ച് പഠിച്ചിരുന്നു. നെഗറ്റീവ് ന്യൂനസംഖ്യകളും അതിസംഖ്യകളും പഠിച്ചിരുന്നു. അതുകൊണ്ട് 3-ൽ നിന്ന് 14 കുറച്ചാൽ അത് 11 വലിയ സംഖ്യയുടെ ചിഹ്നം -11 നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം യഥാർത്ഥത്തിൽ ഉത്തരത്തിൻ്റെ കേവല വില 11. അതുകൊണ്ട് സംശയലേശം എന്നേ പറയാം, ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കുക. ഉത്തരം പോസിറ്റീവോ നെഗറ്റീവോ ആണെങ്കിലും 11 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് പൂർണ്ണമായും 11 കൊണ്ട് നിശേഷമായി ഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ 11 കൊണ്ടുള്ള ഹരണത്തിന് വ്യത്യസ്തമായ 2 മെത്തേഡുണ്ട്. ഇതിൽ എളുപ്പമുള്ള വഴി നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ ചോദ്യ പേപ്പറിൽ സാധാരണ തന്നിട്ട് ഇതിനെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ ഒരു സംഖ്യ തന്നിട്ട് ഇതിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ സാധാരണ സംഖ്യ ഹരിക്കുന്നത് പോലെ ഹരിച്ചു നോക്കേണ്ട കാര്യമില്ല. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു സംഖ്യയെ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? അടുത്തത് 12 കൊണ്ടുള്ള ഹരണമാണ്. 12 കൊണ്ടുള്ള ഹരണത്തിൽ നമ്മൾ 12 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ, അതായത് 12 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാം? 1 കൊണ്ട് നിശേഷം ഹരിക്കാം, 2 കൊണ്ട് നിശേഷം ഹരിക്കാം. കാരണം 12/2 6ആണ്. ഇതിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 12/3 4ആണ്. ഈ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 12/4 3ആണ്. ഈ സംഖ്യ 6 കൊണ്ട് നിശേഷം ഹരിക്കാം. 12 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇങ്ങനെയാണ്. 3 × 4 12ആണ്. ഒരു സംഖ്യ 6 കൊണ്ട് ഹരിക്കാമെങ്കിൽ ഒരു സംശയം വേണ്ട, അതിനെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമുക്ക് 2 കൊണ്ടും ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാൻ കഴിയും. തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. നമുക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം. 924 എന്ന് പറയുന്ന സംഖ്യയെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കുക. 3 കൊണ്ട് നിശേഷം ഹരിക്കുന്നതാണോ എന്നറിയുന്നതിന് സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. 4ഉം 2ഉം 6, 6ഉം 9ഉം 15. 4 + 2 = 9. 9ഉം 2ഉം 11ഉം 4ഉം 15. 15നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. 3 × 5 15ആണ്. അതുകൊണ്ടൊരു സംശയം വേണ്ട, നമുക്ക് ഈ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ഈ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് അറിയുന്നതിന് സംഖ്യയിലെ അവസാനത്തെ 2 അക്കങ്ങൾ 0 വരികയോ അല്ലെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 4ൻ്റെ ഗുണിതമായി വരികയോ ചെയ്താൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ സംഖ്യയിലെ അവസാനത്തെ 2 അക്കങ്ങൾ 24ആണ്. 24നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 4 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പോൾ 924നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം, 4 കൊണ്ടും നിശേഷം ഹരിക്കാം. അങ്ങനെയെങ്കിൽ സംശയം വേണ്ട, ഈ സംഖ്യയെ 3 × 4 12 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പോൾ ഒരു സംഖ്യയെ 12 കൊണ്ട് നിശേഷം ഹരിക്കാമെന്നുള്ള ചോദ്യത്തിന് 12 കൊണ്ട് തന്നെ ഹരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നില്ല. പകരം ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഒപ്പം 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു. 3 കൊണ്ടും 4 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 12 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും. ഇപ്പം 12 കൊണ്ട് ഉള്ള ഹരണം പരിശോധന വളരെ എളുപ്പമാണ്. അതുകൊണ്ട് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുമോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സംഖ്യയെ 13 കൊണ്ട് എങ്ങനെ നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കുന്നു. ഇത് നമ്മൾ 11ൻ്റെയും 7ൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഒരിത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്നാണ് ഒരു സംഖ്യയെ 13 കൊണ്ടുള്ള ഹരണം. അടുത്തത് തന്നിരിക്കുന്ന സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ്. ഒരു സംഖ്യ 13ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ ആ സംഖ്യയുടെ ഒരു ഘടകമാണോ 13? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഉദാഹരണമായൊരു സംഖ്യ എടുക്കുന്നു. 50,661. ഈ സംഖ്യയെ നമുക്ക് 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഇവിടെ നമ്മൾ 7ൻ്റെ കാര്യത്തിലും 11ൻ്റെ കാര്യത്തിലും ഒക്കെ ചെയ്തതുപോലെ ഈ സംഖ്യയിലെ അവസാനത്തെ അക്കത്തെ ഒഴിവാക്കി നിർത്തിയുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
സംഖ്യ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. 50,661. ഈ സംഖ്യയിലെ അവസാനത്തെ അക്കമായ 1 അതിനെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. 1 ഒഴിവായി കഴിയുമ്പോൾ ഈ സംഖ്യ ഒരു 4 സംഖ്യയായി മാറും. 50,66. ഈ 4 സംഖ്യയോട് മുമ്പ് നമ്മൾ ഒഴിവാക്കി നിർത്തിയ 1ൻ്റെ 4 മടങ്ങ് കൂട്ടുക. 1 ഗുണം 4 4. അതായത് മുമ്പേ നമ്മൾ ഒഴിവാക്കി നിർത്തിയത് 1 ആണ്. 1ൻ്റെ 4 ഇരട്ടി, അത് 1 ഗുണം 4 4 ആണ്. അങ്ങനെ ഒഴിവാക്കി നിർത്തിയ സംഖ്യയുടെ 4 ഇരട്ടി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 4 സംഖ്യയോട് കൂട്ടുക. ഒരിക്കൽ കൂടെ ഞാൻ വിശദീകരിക്കാം. 50,661 ആയിരുന്നു സംഖ്യ. അവസാനത്തെ അക്കം 1 ആയിരുന്നു. 1നെ നമ്മൾ ഒഴിവാക്കി നിർത്തി. ബാക്കി 50,66 എന്ന് പറയുന്ന ഒരു 4 സംഖ്യ കിട്ടുന്നു. ഒഴിവാക്കി നിർത്തിയ 1ൻ്റെ 4 ഇരട്ടി 4 ആണ്. അത് ഈ സംഖ്യയോട് കൂട്ടുക. 6 4 10, 6 1 7, 50 70 എന്ന് കിട്ടുന്നു. വീണ്ടും നമ്മൾ മുമ്പേ ചെയ്ത കാര്യം തുടരുന്നു. ഇതിലെ അവസാനത്തെ അക്കം 0 ആണ്. ആ 0ത്തെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. ആ 0ൻ്റെ 4 മടങ്ങ് 0 ഗുണം 4 അത് 0 ആണ്. ഏത് സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 ആയിരിക്കും. 0 ഒഴിവാക്കി കഴിയുമ്പോൾ ഈ സംഖ്യ വീണ്ടും ഒരു 3 സംഖ്യയായി കുറയും. ഈ 3 സംഖ്യയോട് ഒഴിവാക്കി നിർത്തിയ 0ൻ്റെ 4 മടങ്ങ്, അതായത് 0 ഗുണം 4 സമം 0, അത് കൂട്ടുക. 507 0 കൂട്ടിയാൽ വീണ്ടും അത് 507 തന്നെയാണ്. നമ്മൾ ചെയ്ത ഈ പ്രക്രിയ തുടരുകയാണ്. 507 ഒരു 3 സംഖ്യയാണ്. ഈ സംഖ്യയിലെ അവസാനത്തെ അക്കമായ 7നെ നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കിയുള്ള സംഖ്യ 50 എന്ന് നമുക്ക് കിട്ടുന്നു. 50നോട് ഒഴിവാക്കി നിർത്തിയ 7 അതിൻ്റെ 4 മടങ്ങ്, 7 ഗുണം 4 28. 507 നിന്ന് 7 ഒഴിവാക്കി നിർത്തി. ബാക്കിയുള്ള സംഖ്യ 50 ആണ്. ഒഴിവാക്കി നിർത്തിയ 7ൻ്റെ 4 മടങ്ങ് 7 ഗുണം 4 28 ആണ്. അത് ഇപ്പോൾ കിട്ടിയ 2 സംഖ്യയോട് കൂട്ടുക. 50 അധികം 28 78. ഇത് സംശയം വേണ്ട, ഇത് 13ൻ്റെ ഒരു ഗുണിതമാണ്. 13 ഗുണം 5 65 ആണ്. 13 ഗുണം 6 78 ആണ്. 13 ഗുണം 6 78. അതായത് 78നെ 13 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇപ്പോൾ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാം, 50,661 എന്ന് പറയുന്ന സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ മെത്തേഡിൽ അതായത് 7നും 11നും 13നും ഒക്കെയാണ് നമ്മൾ സാധാരണ യൂഷ്വലായി ഉപയോഗിക്കുന്ന മെത്തേഡിൽ നിന്ന് ഒരല്പം വ്യത്യാസം വരുന്നത്. ഒരിക്കൽ കൂടെ വിശദീകരിക്കാം. 50,661 5 സംഖ്യയാണ്. അതിലെ അവസാനത്തെ അക്കമായ 1 നമ്മൾ ഒഴിവാക്കി. ബാക്കി അത് 50,66 എന്ന് പറയുന്ന ഒരു 4 സംഖ്യയായി മാറുന്നു. ഒഴിവാക്കി നിർത്തിയ 1ൻ്റെ 4 മടങ്ങ്, അത് 4 ആണ്. അത് ഈ 4 സംഖ്യയോട് കൂട്ടുന്നു. അപ്പോൾ അത് 50 70 എന്ന് പറയുന്ന ഒരു 4 സംഖ്യയായി മാറുന്നു. അതിൽ നിന്ന് അവസാനത്തെ അക്കമായ 0ത്തെ നമ്മൾ ഒഴിവാക്കുന്നു. 0ൻ്റെ 4 മടങ്ങ് 0, അത് കണ്ടുവയ്ക്കുന്നു. 0 ഒഴിവായി കഴിഞ്ഞപ്പോൾ അതൊരു 3 സംഖ്യയായി മാറി 507. 507നോട് 0 കൂട്ടുമ്പോൾ വീണ്ടും അത് 507 തന്നെ. പ്രക്രിയ തുടരുന്നു. 507ലെ അവസാനത്തെ അക്കമായ 7 ഒഴിവാക്കി നിർത്തുന്നു. അപ്പോൾ അത് 50 മാറുന്നു. ഒഴിവാക്കി നിർത്തിയ 7ൻ്റെ 4 ഇരട്ടി, 7 ഗുണം 4 28 ആണ്. 50നോട് 28 കൂട്ടുമ്പോൾ 78 ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംഖ്യ 13ൻ്റെ ഒരു ഗുണിതമായതുകൊണ്ട് നമുക്ക് 50,661 എന്ന് പറയുന്ന സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു സംഖ്യ 13ൻ്റെ ഗുണിതമാണോ, അല്ലെങ്കിൽ ആ സംഖ്യയുടെ ഒരു ഘടകമാണോ 13, ഇല്ലെങ്കിൽ ആ സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ഈ വിധത്തിൽ എളുപ്പം കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏത് സംഖ്യയും 2 കൊണ്ട് 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. ഈ സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയിൽ നിന്ന് ഇതിന് ശേഷം വരുന്ന സംഖ്യകൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും ഒരു ബേസിക്കായി ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വിദ്യാർത്ഥികളെ, ഈ 2 ക്ലാസ്സുകളിലായി നിശേഷ ഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. തന്നിരിക്കുന്ന ഒരു സംഖ്യയെ 2 മുതൽ 13 വരെയുള്ള സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. അതിന് ഏതാനും കുറുക്കു വഴികൾ നമ്മൾ മനസ്സിലാക്കി. ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 4, 6, 8, 0 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യ 4ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 4ൻ്റെ ഗുണിതമായി വരിക, അല്ലെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 0 ആണെങ്കിലും സംഖ്യയെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം.
ഒരു സംഖ്യ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന പരിശോധന എളുപ്പമാണ്. സംഖ്യയുടെ അവസാനത്തെ അക്കം 0-മോ സംഖ്യയുടെ അവസാനത്തെ അക്കം 5-ഓ ആണെങ്കിൽ, അഥവാ സംഖ്യ 0-ലോ 5-ലോ അവസാനിച്ചാൽ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധന സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിനെ 6 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? അത് മാത്രം ഒരു വ്യത്യസ്തമായ മെത്തേഡാണ്. സംഖ്യയുടെ അവസാനത്തെ അക്കം അത് ഒഴിവാക്കി നിർത്തുക, ആ അക്കത്തിൻ്റെ ഇരട്ടി കാണുക, പിന്നെ വരുന്ന ആ അവസാനത്തെ അക്കം ഒഴിവാക്കി നിർത്തിയതിന് ശേഷം വരുന്ന സംഖ്യയിൽ നിന്ന് അത് കുറയ്ക്കുക. ഈ പ്രക്രിയ തുടരുക. ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് 7ൻ്റെ ഗുണിതമോ 0-മോ ആണെങ്കിൽ നമുക്ക് ആ സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യ 8ൻ്റെ ഗുണിതമാണോ? ഉത്തരം വളരെ എളുപ്പം. സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ 0-മായി വരിക, അല്ലെങ്കിൽ സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ 8ൻ്റെ ഗുണിതമായി വരിക ആണെങ്കിൽ സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒരു സംഖ്യ 9 കൊണ്ട് നിശേഷം ഹരിക്കാമോ? സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യ 0-ൽ അവസാനിച്ചാൽ സംഖ്യയെ നമുക്ക് 10 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യ 11 കൊണ്ട് നിശേഷം ഹരിക്കപ്പെടാൻ കഴിയുന്നതാണോ എന്നുള്ള പരിശോധന സംഖ്യയുടെ ഒറ്റ സംഖ്യാസ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുകയിൽ നിന്നും ഇരട്ട സംഖ്യാസ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങളുടെ തുക കുറച്ചാൽ 0-ആണ് കിട്ടുന്നതെങ്കിൽ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യയെ 12 കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് പരിശോധിക്കുന്നതിന് പകരം സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാലും 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാലും സംഖ്യയെ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാം. 13 കൊണ്ടുള്ള ഹരണം സംഖ്യയുടെ അവസാനത്തെ അക്കം അത് ഒഴിവാക്കി നിർത്തുക, അതിൻ്റെ 4 ഇരട്ടി കാണുക, പിന്നീട് വരുന്ന അക്കത്തോട് സംഖ്യയോട് ഈ ഒഴിവാക്കി നിർത്തിയ അക്കത്തിൻ്റെ 4 ഇരട്ടി കൂട്ടുക. ആ മെത്തേഡ് തുടരുക. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന 2 അക്ക സംഖ്യ 13ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 13 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ തന്നിരിക്കുന്ന സംഖ്യയെ 2 മുതൽ 13 വരെയുള്ള സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. അതായത് സാധാരണ ഹരണത്തിൻ്റെ രീതിയല്ലാതെ മനക്കണക്കായി നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡാണ് പഠിച്ചത്. ഇനി നമ്മൾ ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. എപ്പിസോഡിലെ ചോദ്യം ഇതാണ്: 15444 എന്ന സംഖ്യ, ഇതൊരു 5 അക്ക സംഖ്യയാണ്. 15444 എന്ന സംഖ്യയെ ഞാനിപ്പോൾ പറഞ്ഞ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇതിലേതൊക്കെ സംഖ്യകൾ കൊണ്ട് 15444 ഹരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇവിടെ ഏതാനും സംശയങ്ങൾ വരാം. ഒന്ന്, ഇത് എല്ലാ സംഖ്യയും നമുക്ക് 1 കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരത്തിൽ 1 വേണമെന്നില്ല. സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അണ്ടർസ്റ്റുഡ് ആണ്, അതിനെ 2 കൊണ്ടും നിശേഷം ഹരിക്കാം. സംഖ്യയെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതാണെന്ന് ഉത്തരം കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതിനെ 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന. അതുകൊണ്ട് ചോദ്യത്തിൻ്റെ യുക്തി മനസ്സിലാക്കി നിങ്ങൾ പൂർണ്ണമായി ഉത്തരം SMS ചെയ്യുക. 15444 എന്ന സംഖ്യയെ നമ്മൾ പഠിച്ച ഏതൊക്കെ സംഖ്യകൾ ഉപയോഗിച്ച് നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഉത്തരം SMS-ലൂടെ അറിയിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ SMS ചെയ്യേണ്ട ചോദ്യം ഇതായിരുന്നു: 23568 എന്ന സംഖ്യയെ 2, 3, 4, 5, 6, 7 ഇതിലേതൊക്കെ സംഖ്യകൾ ഉപയോഗിച്ച് നിശേഷം ഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം. അവസാനത്തെ അക്കം 8ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അക്കങ്ങളുടെ തുക 8, 6, 14, 14, 5, 19, 19, 3, 22, 2, 24. അക്കങ്ങളുടെ തുക 24ആണ്. 24 3ൻ്റെ ഗുണിതമായതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം. ഇനി അവസാനത്തെ 2 അക്കങ്ങൾ 68ആണ്. 68നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? 68നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ഈ സംഖ്യയെ 4 കൊണ്ടും നിശേഷം ഹരിക്കാം. സംഖ്യയുടെ അവസാനത്തെ അക്കം 0-ഓ 5-ഓ അല്ലാത്തത് കൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയത്തില്ല. ഇതിനോടകം സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കിയതിനാൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന ഒരു അഡീഷണൽ പരിശോധനയുടെ ആവശ്യമില്ല. ഇനി ഈ സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നതല്ല. 7 കൊണ്ടുള്ള ഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും. അഥവാ ഈ സംഖ്യയുടെ ഘടകങ്ങളാണ് 2, 3, 4, 6. മറ്റു തരത്തിൽ പറഞ്ഞാൽ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും ഒരു ഗുണിതമാണ് 23568. ശരിയായ ഉത്തരം ഇതാണ്.
2, 3, 4, 6. ശരിയായ ഉത്തരം അറിയിച്ചവരിൽ നിന്ന് വിജയിയെ തിരഞ്ഞെടുക്കും. വിജയിക്ക് സമ്മാനം ലഭിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിശേഷഹരണമാണ് നമ്മൾ 2 ക്ലാസ്സുകളായി പഠിച്ചത്. എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ഇന്ന് ഹൃദ്യസ്ഥമാക്കിയ കാര്യങ്ങൾ അത് എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഏതാനും കണക്കുകൾ നിശേഷഹരണത്തിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക. നിശേഷഹരണമാണ് നമ്മൾ പഠിച്ചത്. നിശേഷഹരണത്തിലൂടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഉടൻ തന്നെ നിങ്ങൾ എഴുതിയെടുത്ത കാര്യങ്ങൾ ഒന്ന് ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതാനും കണക്കുകളിട്ട് നിശേഷഹരണത്തിൻ്റെ ഈ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒപ്പം ഞങ്ങളുടെ ഈ പ്രയത്നത്തോട് നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളോടെയും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.